ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടികളുടെ കൗതുകമൂറിയ ചോദ്യങ്ങൾക്ക് ലളിതമായ ഉത്തരം നൽകി മീറ്റ് ദി കളക്ടർ പരിപാടി. ഗോദീശ്വരം, കല്ലിങ്ങൽ ഭാഗങ്ങളിലേക്ക് ബസ് സർവീസ് സൌകര്യമൊരുക്കണമെന്ന് കോർപ്പറേഷൻ 48-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. SSF കോഴിക്കോട് സൌത്ത് ജില്ലാ സാഹിത്യോത്സവിന് ജൂലൈ 22-ന് നരുക്കുരിയിൽ പതാക ഉയരും. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. IAS എന്ന സ്വപ്ന നേട്ടത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്നുള്ള കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി മീറ്റ് ദി കളക്ടർ പരിപാടി. താമരശ്ശേരി ഉപജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രനാണ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗുമായി സംവാദത്തിൽ പങ്കെടുത്തത്. ജിജ്ഞാസയും കൌതുകവും നിറഞ്ഞതായിരുന്നു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന മീറ്റ് ദി കളക്ടർ പരിപാടി. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ലളിതമായി മറുപടി നൽകി. USS പരീക്ഷയിൽ താമരശ്ശേരി ഉപജില്ലയിൽ ആദ്യ 40 റാങ്കിൽ വന്ന 8 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ഗിഫ്റ്റഡ് ചിൽഡ്രനുമായാണ് സംവാദം നടന്നത്. ഏറെ വൈവിധ്യം നിറഞ്ഞ മേഖലകളിൽ ഇടപെടുന്നതിനും പഠിക്കുന്നതിനും ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും IAS പദവിയിലൂടെ സാധിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമായിരുന്നു കളക്ടറുമായുള്ള കൂടിക്കാഴ്ച. പരിപാടിയിൽ ഹൈദരാബാദ് IIITയിൽ പ്രവേശനം ലഭിച്ച ഗിഫ്റ്റഡ് ചിൽഡ്രൻ നീരജിന് കളക്ടർ ഉപഹാരം നൽകി. VSSCയിൽ നടന്ന സ്റ്റുഡന്റ് ഔട്ട്റീച്ച് പരിപാടിയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ശുഭാംശു ശുക്ലയുമായി സംസാരിച്ച സംഘത്തിലുൾപ്പെട്ട നായർകുഴി സ്കൂളിലെ സാംഘവി, കോക്കല്ലൂർ സ്കൂളിലെ നിരഞ്ജന എന്നീ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പൈമ്പ്ര സ്കൂളിലെ കാശിനാഥ് വരച്ച ചിത്രം കളക്ടർക്ക് കൈമാറി. Especially organic chemistry, because other reactions and you need to read a lot of big books. I was fairly good in that, and in organic chemistry also I remember, and maths also in that good sense. But after that, once I got the IIT Roorkee le IITs le namke India le best institutions endukkonana njan adu parayam. നമുക്ക് എല്ലാവർക്കും അറിയില്ല IIT ആണ് ബെസ്റ്റ് ഫോർ BTech. For BTech, people consider IITs to be one of the best colleges. പരിപാടിയിൽ ഡയറ്റ് പ്രിൻസിപ്പൽ UK അബ്ദുൽ നാസർ, കുന്നമംഗലം AEO K രാജീവ്, താമരശ്ശേരി ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ PT സിറാജുദ്ദീൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗോദീശ്വരം, കല്ലിങ്ങൽ ഭാഗത്തേക്കുള്ള ബസ് സർവീസ് സൌകര്യമൊരുക്കണമെന്ന് കോർപ്പറേഷൻ 48-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ജനകീയ പ്രതിഷേധ ധർണ KPCC അംഗം MP ആദം മുൽസി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ പരിധിയിലെ ഗോദീശ്വരം, കല്ലിങ്ങൽ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന് സ്ഥല സൌകര്യം ഒരുക്കണമെന്നും പ്രദേശവാസികൾ നേരിടുന്ന യാത്രാ ദുരിതം അകറ്റാൻ കയ്യെടുത്തോടെത്തുന്ന ബസ്സുകൾ വെസ്റ്റ് മാഹി, ഗോദീശ്വരം മേഖലയിലേക്ക് ട്രിപ്പ് നടത്താൻ കോർപ്പറേഷൻ RTO എന്നിവർ ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് 48-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തിയത്. യാത്രാ ദുരിതം അവസാനിപ്പിക്കുക. ജനകീയ പ്രക്ഷോഭം സിന്ദാബാദ്. പ്രതിഷേധ പരിപാടി KPCC അംഗം MP ആദം മുൽസി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു സമരത്തിന് ഇവിടെ നേതൃത്വം നൽകി. എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച നേതാക്കന്മാർ വളരെ സവിസ്തരവും
ഈ ഒരു സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു നാടിനോട് എന്തിനാണ് ഇത്ര അവഗണന നിങ്ങൾ കാണിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, വളരെ പാവപ്പെട്ടവരായ മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തേക്ക് അവരുടെ യാത്രാ സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഇത്തരമൊരു സമരത്തിന് നേതൃത്വം നൽകുന്നത്. വാർഡ് കൌൺസിലർ ബി കനകരാജ് അധ്യക്ഷനായിരുന്നു. ബേപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ, ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി പി വി അബ്ദുൾ ജബ്ബാർ, ഡിസിസി എക്സിക്യൂട്ടീവ് അംഗം ടി കെ അബ്ദുൾ ഗഫൂർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CZ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നരുക്കിനിയിൽ വെച്ച് നടക്കുന്ന SSF കോഴിക്കോട് സൌത്ത് ജില്ലാ സാഹിത്യോത്സവിന് ജൂലൈ 22-ന് പതാക ഉയരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മനുഷ്യരില്ലാതാകുന്നു എന്ന പ്രമേയത്തിലാണ് 22 മുതൽ 27 വരെ സാഹിത്യോത്സവ് നടക്കുന്നത്. ജൂലൈ 26, 27 ദിവസങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ജില്ലയിലെ 10 ഡിവിഷനുകളിൽ നിന്നുള്ള 2000-ൽ പരം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഫാമിലി, ബ്ലോക്ക്, യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ സാഹിത്യോത്സവങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ജില്ലാ സാഹിത്യോത്സവത്തിന് എത്തുന്നത്. തുടർന്ന് സംസ്ഥാന ദേശീയ സാഹിത്യോത്സവങ്ങളും നടക്കും. ജൂലൈ 26-ന് തെലുങ്ക് സാഹിത്യകാരൻ ഡോക്ടർ കവി യാക്കോബ് സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്യും. ആത്മീയ സംഗമം, വികസന ചർച്ച, സാഹിത്യ ക്യാമ്പ്, ഗസയിലെ നരഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള കത്തെഴുതൽ, കരിയർ ഗാല, ടീം ഡിസ്കഷൻ തുടങ്ങി വിവിധ പരിപാടികളും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മുതൽ നരുക്കുനിയിൽ നടക്കും. വാർത്താസമ്മേളനത്തിൽ കോഴിക്കോട് സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ഷുഹൈബ് കുണ്ടുങ്ങൽ, സ്വാഗത സംഘം ചെയർമാൻ ടി കെ അബ്ദുറഹിമാൻ ബാക്കവി, കൺവീനർ ബഷീർ മാസ്റ്റർ പുല്ലാളൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാംസങ് പുതുതായി പുറത്തിറക്കിയ ഫോൾഡബിൾ ഫോണുകളായ സാംസങ് ഗാലക്സി Z Fold 7, Z Flip 7, വാച്ച് 8 സീരീസ് ലോഞ്ചിംഗ് നടന്നു. മൈജിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ലോഞ്ച് നടന്നത്. In incredible years, two giants have moved forward together. MyG, South India's leading digital retail brand, and Samsung, a global icon of innovation. This isn't just a business partnership. It's a journey of trust, technology, and transformative growth. പ്രമുഖ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ സാംസങ് പുതിയതായി പുറത്തിറക്കിയ ഫോൾഡബിൾ ഫോണുകളായ സാംസങ് ഗാലക്സി EZ Fold 7, EZ Flip 7, സാംസങ് ഗാലക്സി വാച്ച് 8 സീരീസ് എന്നിവയുടെ ഇന്ത്യയിലെ ആദ്യ ലോഞ്ച് മൈജിയുടെ നേതൃത്വത്തിൽ നടന്നു. സാംസങ്ങിന്റെ ഇന്ത്യയിലെ നമ്പർ 1 റീജിയണൽ പാർട്ണർ മൈജിയാണെന്ന് സാംസങ് ഇന്ത്യ സീനിയർ വൈസ് പ്രസിഡന്റ് രാജു ആന്റണി പുല്ലൻ പറഞ്ഞു. കേരളത്തിന് ഒരു വലിയൊരു അഭിമാനമുള്ള ദിവസമാണ് ഇന്ന്. കാലിക്കറ്റില്, the hometown of MyG, we are launching the Galaxy Z Fold 7 and the Galaxy Z Flip 7. We are also launching today the Samsung Galaxy Watch Classic as well as the Watch 8 today. So thank you very much Shaji Mr. Shaji for actually launching this here today. Let me give you a small background about our relationship with MyG. We go back about 19 years and this is a very strong trust that we have built as a brand with MyG in Kerala, and we are very happy that MyG is not only the most trusted brand and the leading brand in South India, but for Samsung, today MyG is the number 1 regional retail partner in India itself. മൈജി ചെയർമാൻ AK ഷാജി, സാംസങ് റീറ്റെയിൽ മാർക്കറ്റിംഗ് ഹെഡ് ഋഷി കുൽശ്രസ്ത, സൗത്ത് എക്സ്പാറ്റ് ജുൻ ഹക്കിം, റീജിയണൽ സെയിൽസ് മാനേജർ M പ്രേംകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. Ladies and gentlemen, boys and girls, brace up. This is the future of smartphone innovation. So on the count of 3, all of you together. 3, 2, 1. Here we go. We've got the Samsung Z Flip 7 and Fold 7. Brought to you by MyG India.
Other features include the Snapdragon 8 Elite for Galaxy, a 4400 mAh. ലോഞ്ചിനോടനുബന്ധിച്ച് ഒട്ടേറെ ഓഫറുകളാണ് മൈജിയും സാംസങ്ങും കൂടി ഒരുക്കിയിരിക്കുന്നത്. 256 GB വിലയിൽ 512 GB സ്വന്തമാക്കാം. പ്രതിദിനം 243 രൂപയ്ക്ക് ഫോൾഡ് 7 512 GB സ്വന്തമാക്കാനും അവസരമുണ്ട്. 24 മാസത്താണ് വ്യവസ്ഥയിൽ 0 ഡൗൺ പേയ്മെന്റും 0 ഇൻട്രസ്റ്റ് സ്കീമും ഒരുക്കിയിട്ടുണ്ട്. പഴയ ഫോണുകൾ ഏറ്റവും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫോൾഡ് 7 ഫ്ലിപ്പ് 7 സ്വന്തമാക്കാനുള്ള അവസരവുമുണ്ട്. ആദ്യം പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മൈജിയുടെ ഡബിൾ ലോയൽറ്റി പോയിന്റും ലഭിക്കും. കൂടാതെ 24,000 രൂപയുടെ ബെനഫിറ്റുമുണ്ട്. മികച്ച EMI സ്കീമുകളും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ കോഴിക്കോട് ഷോറൂമിൽ വാർഷികാഘോഷങ്ങൾ. ഉദ്ഘാടനം ജൂൺ 14 ശനിയാഴ്ച രാവിലെ 10:30 ബോച്ചയും സ്റ്റാർ മാജിക് ഫ്രെയിം അനുമോളും ചേർന്ന് നിർവഹിക്കും. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് കോഴിക്കോട്ടെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 299 രൂപ മുതൽ. 1 പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് പ്രഷ്യസ് ആഭരണങ്ങളും വാങ്ങുമ്പോൾ ഫ്രൈ പാൻ, അപ്പച്ചട്ടി, തവ, കുക്കർ, ബിരിയാണി പോട്ട്, ഗ്ലാസ് ടോപ്പ് സ്റ്റൗ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അരയടത്തുപാലം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജനശക്തി കോൺഗ്രസ് ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. നിശ്ചയദാർഢ്യത്തോടെ സാധാരണക്കാരുടെ ഹൃദയത്തിലേക്ക് നടന്ന വ്യത്യസ്തനായ നേതാവായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരോട് കാട്ടിയ സ്നേഹവും കരുതലും സഹതാപവും ചേർത്ത് നിർത്തലുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെന്നും അനുസ്മരണ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് രഘുത്തമൻ പന്ന്യങ്കര അധ്യക്ഷത വഹിച്ചു. ജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗവും ജനങ്ങളുടെ പ്രയാസത്തിലും ദുരിതങ്ങളിലുമൊക്കെ ഒപ്പത്തിനൊപ്പം കൈകോർത്തു നിന്ന ഒരു മഹാനായ ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ വിയോഗം കേരള ജനതയെ മാത്രമല്ല, ലോക മലയാളികൾ മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഈ ലോകത്തിലുമുള്ള മനുഷ്യ മനസ്സുകളുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ആ വിയോഗം വലിയൊരു തരത്തിലുള്ള ഒരു തീരാനഷ്ടമായിരുന്നു നമുക്കുണ്ടായത്. ഗണേഷ് ബാബു പാലത്ത്, ബാലഗോപാല കുറുപ്പ്, നബീൽ അഹമ്മദ്, ഇർഷാദ് മീൻചന്ത, വിജയൻ കൊളത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. IPL മാതൃകയിൽ കാലിക്കറ്റ് മാസ്റ്റേഴ്സ് ക്രിക്കറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് താരലേലം സംഘടിപ്പിച്ചു. BMH മാസ്റ്റേഴ്സ് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന് മുന്നോടിയായാണ് കളിക്കാരെ കണ്ടെത്തുന്നതിനായി താരലേലം നടത്തിയത്. ക്രിക്കറ്റ് ആരാധകരുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഒരുങ്ങുന്ന BMH MPL 2025 ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന് മുന്നോടിയായാണ് താരലേലം സംഘടിപ്പിച്ചത്. സൂപ്പർ സീനിയർ, മാസ്റ്റേഴ്സ്, ജൂനിയർ എന്നീ വിഭാഗങ്ങളിൽ 29 ടീം ഓണേഴ്സ് താരലേലത്തിൽ പങ്കെടുത്തു. സൂപ്പർ സീനിയർ 4 ഫ്രാഞ്ചൈസിയിൽ നിന്നായി 40 പേരെയും, മാസ്റ്റേഴ്സ് 16 ഫ്രാഞ്ചൈസിയിൽ നിന്നായി 160 കളിക്കാരെയും, ജൂനിയേഴ്സ് 9 ഫ്രാഞ്ചൈസിയിൽ നിന്നായി 90 കളിക്കാരെയും തിരഞ്ഞെടുത്തു. കളിയിലൂടെ സൗഹൃദം ഊട്ടി ഉറപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് CMC പ്രസിഡന്റ് P. ഫൗസൽ ഹസൻ പറഞ്ഞു. നമ്മുടെ ആശയം തന്നെ കളിയും സൗഹൃദം എന്ന ആശയത്തിലൂടെയാണ്. ഇപ്പോൾ ഒരുപാട് ലഹരിയും എല്ലാ ഇതിന്റെ അടിമപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ആളുകളെ കളിയിലേക്ക് ഇറക്കുകയും അതിന് ഒരു മുന്നോടിയായി നമ്മൾ ക്രിക്കറ്റ് ടൂർണമെന്റ് മുന്നോടിയായിട്ടുള്ള താരലേലമാണ് ഇവിടെ നടന്നത്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഫ്രാഞ്ചൈസി ആവട്ടെ, സൂപ്പർ സീനിയേഴ്സിന്റെ 40 ആളുകളോളം പങ്കെടുത്തു, അതേപോലെ ജൂനിയേഴ്സിന്റെ 90 ആളുകളോളം പങ്കെടുത്തു, സീനിയേഴ്സിന്റെ 160 ആള്. അപ്പൊ അത്രയും ആളുകളുമായി നമുക്കൊരു സൗഹൃദം പങ്കുവെക്കാനും നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഗാദറിംഗ് പോലെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു.
ഒരു ടീം 10 കളിക്കാരെ തിരഞ്ഞെടുക്കും വിധമാണ് ലേലം ക്രമീകരിച്ചത്. 300 പേരെ പ്രാഥമിക റൗണ്ടിൽ തിരഞ്ഞെടുത്തു. തുടർന്ന് 29 ഫ്രാഞ്ചൈസികൾക്കും കളിക്കാരുടെ വിവരങ്ങൾ കൈമാറി. തുടർന്ന് ടീം ഓണേഴ്സ് കളിക്കാരെ ലേലത്തിലൂടെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ക്രിക്കറ്റ് ടൂർണമെന്റ് ഓഗസ്റ്റ് 14 മുതൽ 17 വരെ നടക്കാവ് ഗെയിം ഓൺ ടർഫിൽ നടക്കും. താരലേലത്തിൽ CMC സെക്രട്ടറി ഫറൂഖ് അലി, ട്രഷറർ കെ അൽത്താഫ്, ടൂർണമെന്റ് കൺവീനർമാരായ ജാബിർ സാലിഹ്, KM അക്താബ് എന്നിവർ നേതൃത്വം നൽകി. നസ്വിൻ റഷീദ്, സുലൈമാൻ കാരാടൻ, സാൽപിഡോ മാനേജിംഗ് ഡയറക്ടർ PB ഇജാസ്, മെറാൾഡ ജ്വൽസ് ചെയർമാൻ ജലീൽ ഇടത്തിൽ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ ഇക്കണോമിക്സ് അധ്യാപകരുടെ കൂട്ടായ്മ +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു. കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ AK പ്രതീഷ് KAS ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ ഇക്കണോമിക്സ് അധ്യാപകരുടെ കൂട്ടായ്മ +2 പരീക്ഷയിൽ ജില്ലയിൽ 200-ൽ 200 മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് GST കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ AK പ്രതീഷ് KAS ഉദ്ഘാടനം ചെയ്തു. ഹിമായത്ത് സ്കൂൾ മാനേജർ PKV അബ്ദുൽ അസീസ് മുഖ്യാതിഥിയായിരുന്നു. എഴുത്തുകാരനായ ഡോക്ടർ P സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഹിമായത്ത് സ്കൂൾ പ്രിൻസിപ്പൽ TP മുഹമ്മദ് ബഷീർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിലെ വിവിധ തൊഴിൽ സാധ്യതകളും പുതിയ പ്രവണതകളും കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് ജില്ലാ കൺവീനർ PK ഷാജി വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി. ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥികൾക്കുള്ള ഇക്കണോമിക്സ് ക്ലബ്ബ് ഇക്കോൺസ് ഫെയറിന്റെ ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു. ജില്ലയിലെ ഹയർ സെക്കൻഡറി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്ത ചടങ്ങിന് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് അസോസിയേഷൻ സെക്രട്ടറി S ശ്രീജിത്ത് സ്വാഗതവും ട്രഷറർ കവിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാലിക്കറ്റ് ഷോറൂമിൽ അമൂല്യങ്ങളായ ആഭരണങ്ങളുടെ ആർട്ടിസ്ട്രി ജ്വല്ലറി ഷോ ആരംഭിച്ചു. ജൂലൈ 19 മുതൽ ഓഗസ്റ്റ് 3 വരെയാണ് ജ്വല്ലറി ഷോ നടക്കുക. ആകർഷകമായ ഓഫറുകളിലാണ് ജ്വല്ലറി ഷോ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാരഥികൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ജന്മം തൊട്ട് തുടങ്ങുന്നതാണ്. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ടായാൽ പൊന്നും മയമ്പും അരച്ചു കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്നതൊന്ന് മാറി. അതേപോലെ തന്നെ ആയുർവേദവുമായി എനിക്ക് നല്ല ബന്ധമുള്ളത് കൊണ്ട് സ്വർണ്ണ ഭസ്മം കഴിക്കും പല രോഗത്തിനും. ഇന്ന് നമ്മൾ സ്ത്രീകൾ സമ്പൂർണ്ണരാകണമെങ്കിൽ സ്വർണം അണിയണം. അത് മലബാർ ഗോൾഡ് തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓഗസ്റ്റ് 3 വരെ സെലിബ്രേഷൻ ഓഫറുകളുടെ ഭാഗമായി ഗോൾഡ്, അൺകട്ട്, ജെംസ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഫ്ളാറ്റ് 30% കിഴിവും ഡയമണ്ട് വാല്യൂവിൽ 30% വരെ കിഴിവും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സബ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട്, ഇറ അൺകട്ട് ഡിവൈൻ, ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി, എത്നിക്, ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറി, പ്രഷ്യ ജെം ജ്വല്ലറി, വിറാസ് റോയൽ പോൾക്കി ജ്വല്ലറി, ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, സ്റ്റാർലെറ്റ് കിഡ്സ് ജ്വല്ലറി എന്നിവയിലെ പ്രത്യേകം തെരഞ്ഞെടുത്ത കളക്ഷൻസും ആർട്ടിസ്ട്രി ഷോയുടെ പ്രത്യേകതയാണെന്നും സാരഥികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടികളുടെ കൗതുകമൂറിയ ചോദ്യങ്ങൾക്ക് ലളിതമായ ഉത്തരം നൽകി മീറ്റ് ദി കളക്ടർ പരിപാടി. ഗോധീശ്വരം, കല്ലിങ്ങൽ ഭാഗങ്ങളിലേക്ക് ബസ് സർവീസ് സൌകര്യമൊരുക്കണമെന്ന് കോർപ്പറേഷൻ 48-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. SSF കോഴിക്കോട് സൌത്ത് ജില്ലാ സാഹിത്യോത്സവിന് ജൂലൈ 22-ന് നരുക്കുരിയിൽ പതാക ഉയരും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers.